കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പൊട്ടിത്തെറിയിൽ വിശദമായ അന്വേഷണത്തിന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും പോലീസും PWD ഇലക്ട്രിക്കൽ വിങ്ങിൽ നിന്നും KCB ആശുപത്രി ജീവനക്കാരിൽ നിന്നും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വഴി മൊഴിയെടുക്കും. പോലീസ് മൊഴിയെടുക്കുന്നതിനോടൊപ്പം CCTV ദൃശ്യങ്ങളും പരിശോധിക്കും. UPS റൂമിൽ പുക പടർന്ന സമയത്തുണ്ടായ മരണങ്ങളിലും പ്രത്യേക മെഡിക്കൽ സംഘവും പോലീസും അന്വേഷണം നടത്തുന്നുണ്ട്. UPS പൊട്ടിത്തെറിക്കുകയും പുക പടരുകയും ചെയ്ത സംഭവത്തിൽ PWD ഇലക്ട്രിക്കൽ വിഭാഗം പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും പൊട്ടിത്തെറിയുടെ യഥാർത്ഥ കാരണം കണ്ടെത്തിയിരുന്നില്ല. ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ UPSലെ ബാറ്ററിക്ക് സംഭവിച്ച തകരാർ എന്നതായിരുന്നു നിഗമനം. അതിനാൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ആശുപത്രി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പരിശോധന നടത്തിയിരുന്നു. പൊട്ടിത്തെറിച്ച ബാറ്ററി ഉൾപ്പെടെ പരിശോധിച്ചു. ഇന്ന് PWD ഇലക്ട്രിക്കൽ വിങ്ങിൽ നിന്നും KSEB ആശുപത്രി ജീവനക്കാരിൽ നിന്നും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് മൊഴി രേഖപ്പെടുത്തും. UPSന്റെയും ബാറ്ററികളുടെയും മെയിൻ്റനൻസ് സംബന്ധിച്ച കാര്യങ്ങൾ, കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ കറണ്ട് കട്ടായതിന്റെ വിവരങ്ങൾ തുടങ്ങിയവ ശേഖരിക്കും. അതോടൊപ്പം പൊട്ടിത്തെറി ഉണ്ടായ സമയത്ത് ആശുപത്രിയിൽ ഉണ്ടായിരുന്നവരിൽ നിന്നും മൊഴിയും രേഖപ്പെടുത്തും. സംഭവത്തിൽ പോലീസിന്റെയും അന്വേഷണം നടക്കുന്നുണ്ട്. പോലീസ് മൊഴി രേഖപ്പെടുത്തുന്നതിനൊപ്പം CCTV ദൃശ്യങ്ങൾ പരിശോധിക്കും. അതിൽ രോഗികളെ അപകട സ്ഥലത്ത് നിന്ന് മാറ്റുന്നതിൽ കാലതാമസം ഉണ്ടായോ എന്ന് വിലയിരുത്തും. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണത്തിൽ അസ്വാഭാവിക ഇല്ലെന്നാണ് പറയുന്നത്. അപകട സമയത്തുണ്ടായ മരണങ്ങളെപ്പറ്റി പോലീസിനെ കൂടാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് പുറത്തുള്ള മറ്റ് മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ ഉൾപ്പെടുന്ന മെഡിക്കൽ സംഘവും അന്വേഷണം നടത്തുന്നുണ്ട്. ജനം, കോഴിക്കോട്.